മൊബൈൽ ഇടക്കിടക്ക് വീണ് പോവാണ് കേസ്. എന്താ ചെയ്യണം? പരമാവധി അഡ്ജസ്റ്റ് ആക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ശരിയാവണില്ല. പെട്ടെന്ന് വന്ന മനസ്സിൽ വന്ന ചിന്തയല്ലേ, അതുകൊണ്ട് ഒന്ന് പ്രിപ്പയർ ആയിട്ടില്ല. എല്ലാം കണ്ടൊക്കെ സെറ്റ് ആക്കാം. ഇടക്കിടക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്ക് മൊബൈൽ താഴെ വീഴാണ്. സ്റ്റാൻഡ് അത് ഒന്നാമത് സ്റ്റാൻഡ് കൊടുക്കാനൊരു സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് താഴെ. നമുക്ക് ഇനി ഒരു അരമണിക്കൂറും കൂടിയും ഓട്ടമുണ്ട് എവിടേക്ക് എത്തിക്ക് എത്താൻ. അതിലൊരു ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് 1 മണിക്ക് അവിടെ വേണം. ഒരു അരമണിക്കൂർ, ഒരു 32-35 മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ എത്തും. എത്തിയതിന് ശേഷം എന്ത് ചെയ്യും? കസ്റ്റമർ വിളിക്കും. കസ്റ്റമർ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കും. ആ ഫുഡ് കൊടുത്തിട്ട് പിന്നെയാണ് നമ്മളവിടെ അത്തിയിൽ ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഈ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പാത്രങ്ങളുണ്ടാവും. അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 4 മണി 5 മണിയെല്ലാം ആവും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ. ഇവർ ഭക്ഷണം കഴിച്ചിട്ട് അത് നമ്മളൊരു 6 പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറബികൾ അതിന് സീനിയ എന്ന് പറയും. വലിയ പാത്രമായിരിക്കും. ഏകദേശം 8 മണിക്കൂർ 9 മണിക്കൂർ അതിൽ ചൂട് നിൽക്കും. ഒരു 8 മണിക്കൂർ 9 മണിക്കൂറൊന്നും ചൂട് പോവില്ല, അങ്ങനെ നിൽക്കും. അങ്ങനെ നല്ല റേറ്റ് ആട്ടോ. ഏകദേശം ഒരു പാത്രത്തിന് ഇവിടുത്തെ 925 ദിർഹംസ് ഉണ്ട് ഒറ്റ പാത്രത്തിന്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ പാത്രം മിസ്സാകാൻ പാടില്ല. ഓരോ ഡ്രൈവർമാർ കൊണ്ടുപോയ ചോറുകൾ, ആ ചോറിൻ്റെ പാത്രങ്ങൾ കറക്റ്റ് ആ ഒരു ഹിസാബിൽ നമ്മൾ തിരിച്ചത് കൊണ്ടുവരണം. പക്ഷെ ഇങ്ങനെ ലോങ് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പാത്രത്തിന് വെയിറ്റ് ചെയ്യുക. നമ്മൾ അപ്പോൾ ദുബൈയിൽ നിന്നാണ് വരുന്നത്. ദുബൈൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെയാണ് പിന്നെ ഫുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ച് കിച്ചണക്ക് വരും. പിന്നെ ഇന്ന് കൊണ്ട് കൊടുത്താൽ നാളെ പോയിട്ട്, അല്ലെങ്കിൽ നാളെ മറ്റന്നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് ഓരോ ഭാഗത്ത് പോയിട്ട് ആ ആഴ്ചയിൽ കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ നാട്ടിലുള്ള ആളുകൾ ഫുഡൊക്കെ കഴിച്ചു എന്ന് തോന്നുന്നു. പ്രവാസികൾക്ക് ഇനി ടൈം ഒരുപാട്. ഇപ്പം ഏകദേശം കുറേ മലകളൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് ഇവിടെ. ഹത്തിക്ക് നമുക്ക് എപ്പോഴും ഓർഡർ ഉണ്ടാവും. ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ എപ്പോഴും ഓർഡർ ഉണ്ടാവും ഹത്തിയിൽ. ഹത്തിയിലേക്ക് ഓർഡർ ഞാൻ തന്നെ കൊണ്ടുവരില്ല. നമുക്ക് അങ്ങനെ 7 എമിറേറ്റ്, എല്ലാ എമിറേറ്റ്സും കൂടി ഓർഡർ വരും. ഹത്തയിലേക്ക് ഞാൻ തന്നെ കൊണ്ടുവരും. എനിക്കിഷ്ടമാണ് ഹത്തയ്ക്ക് വരാൻ. എനിക്ക് ഏറ്റവും ഓർഡർ കൊണ്ട് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് ഒന്ന് ഹത്ത, ഫുജേറ, ദിബ്ബ, അങ്ങനെയെന്ന് പറഞ്ഞൊരു 2-3 സ്ഥലമുണ്ട്. നല്ല സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ, ഭയങ്കര രസമാണ്. അവിടേക്കെല്ലാം യാത്ര രസമാണ്. പിന്നെ അവിടെ ഭക്ഷണം ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാം. വേറൊരു വൈബാണ്. എന്തായാലും ഫുജേറയ്ക്ക് പോകുമ്പോൾ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യണം. നമ്മളെ ഏകദേശമൊക്കെ എത്താനായിട്ടോ 10-20 മിനിറ്റ് കൂടി റണ്ണിങ് ഉണ്ടാവും. നമ്മളവിടെ എത്തും. പിന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ഏകദേശം 12:28 ഇവിടെ യുഎഇയിൽ. കണ്ടാ ഇവിടെ ഈ ഹത്തിയിൽ വരുമ്പോൾ എല്ലാവരും ഇതാണ്, കുറേ മലകൾ കാണാം. മലകളൊക്കെ ഇങ്ങനെ തുറന്നുണ്ടാക്കിയ റോഡാണ് ഇത്. യുഎഇ ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിയല്ല, പറയാതെ വയ്യട്ടോ. ഒരു മോഡൽ തന്നെ രസമാണ്. പ്രത്യേകിച്ച് ഈ ഡ്രൈവർമാർക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇതാണ്. കാരണം എന്താ പറയുക, അവർക്ക് എല്ലാ ഭാഗത്തു കൂടി പോകാലോ. ഒരുപാട് സ്ഥലങ്ങൾ കൂടെ പോകാം, ബോറടിക്കില്ല. കാരണം യുഎഇയിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോണ ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്താ പറയുക ടൈം പോകും. ഇപ്പോഴൊരു എൻജോയ്മെൻ്റ് ആക്കാം.
വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യേക ഒരു ആവേശമാണ്. ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ ആടിക്കൊണ്ട് മറ്റാൾ പറഞ്ഞ മാതിരി വിറച്ചും കൊണ്ടൊക്കെ വീഡിയോ കടം അള്ളാഹു അയാളെ എന്താവും എന്തോ. ആവേശം ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വാങ്ങായിയാണ് ഇത്. ഒരു സ്റ്റാൻഡൊക്കെ മേടിക്കണോ മേടിക്കണ്ടേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിന്നു. പക്ഷെ എൻ്റെ റൂമിൽ നമ്മൾ നമുക്ക് ഈ റൂമിലുള്ള ആൾക്കാർക്ക് അറിയാം, അവരെ കട്ടിലിൻ്റെ അവിടെ ഒരു സ്റ്റാൻഡ് ഒക്കെ മറ്റേ പാമ്പിൻ്റെ പത്തിയോട് ഇറക്കിയാൽ മാതിരി ഇതില്ലേ, അത് നിങ്ങളെയൊക്കെ കണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടില്ലേ? ഇങ്ങനെ പാമ്പ് പത്തിയോട് നിർത്തണ മാതിരിയൊരു മൊബൈലിൽ വെക്കണ സാധനം കണ്ടോ? അത് റൂമിലുണ്ടാകുന്ന ടീം അതൊരു ഇതെല്ലാ പ്രവാസികളുടെ റൂമിലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് കട്ടിലിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും മേടിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് റൂമിൽ ഇതിങ്ങനെ വെച്ചിട്ട് മൊബൈൽ കാണാൻ വേണ്ടിയിട്ട്, മൊബൈലിൽ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അവർ പിന്നെന്താ. അപ്പം അതേമാതിരി ഞാൻ മേടിച്ച് വെച്ചിരുന്നു പണ്ട്. ഞാൻ മേടിച്ചിരുന്നു, പക്ഷെ ഞാനത് യൂസ് ചെയ്തിരുന്നില്ല. എൻ്റെ ഫ്രണ്ടിന് കൊടുത്താൽ എൻ്റെ റൂംമേറ്റിനോട് അവനത് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അവൻ നാട്ടിൽ പോയിക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യം നമ്മളെ മനസ്സിൽ വന്നപ്പോൾ ഞാനത് എന്ത് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ആട്ടൊക്കെ ചാഞ്ചാട്ടം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ആക്കി. പക്ഷേ നമുക്ക് നിങ്ങളെ റെസ്പോണ്ട് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണ്ടെന്നൊക്കെ തീരുമാനിക്കും. ഇപ്പം അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൊറ വണ്ടിമേൽ ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ കാട്ടുകയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചിലമാതിരി ഒന്നും നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. എല്ലാതും നമ്മൾ ട്രൈ ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മൾ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ സംഗതി പടച്ചോൻ ആ കഴിവ് നമുക്കും തന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് ശ്രമിക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ അതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് ഇറങ്ങാത്തതുകൊണ്ടാണ് നമുക്കത് സാധിക്കൂല എന്നില്ല ഒരു ഇതാണ്. നമ്മളൊരു കാര്യം വേറൊരാളെ ഏൽപ്പിക്കുന്നതിന് മുന്നേ നമ്മളെ കാര്യം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നമ്മളൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വേറെ ആളെ ഏൽപ്പിക്കുമ്പോൾ അവരെന്താണ് ഇതുകൊണ്ട് ചെയ്യണേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് അടുത്തത് നമ്മൾ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ സ്വയം ചെയ്യാം. ഞാൻ മൊബൈലിൽ തൊടുന്നില്ല. ഞാൻ മൊബൈൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വണ്ടി സൈഡാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ, ഇവിടെ ഓരോന്നിൻ്റെ എവിടേക്ക് ക്യാമറ അയച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റൂമിൽ എത്തിയിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ഫൈൻ വന്നത് നമ്മൾ കാണും. മനസ്സിലായോ? അപ്പം നമ്മൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. നാട്ടിലത്തെ നിയമത്തിന് എപ്പോഴും ബഹുമാനിക്കുക. നമ്മുടെ നാട്ടിൽ ആ ഒരു ബഹുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഓരോ പ്രശ്നങ്ങൾ നടന്നത്. ഇപ്പം ഇന്നലെ അടുത്ത ന്യൂസ് കണ്ടു, അമ്മനെയും അനിയനെയും കൊന്ന്, എന്താ അവൻ്റെ പേര്, ഒരു താടി വെച്ചിട്ട് ഇപ്പം ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയത് എന്തായിരിക്കും അവരുടെ ക്രിമിനൽ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം അമ്മനെ, സ്വന്തം ചേട്ടനെ കൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രിമിനൽ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യും, പിന്നെന്താ പറയുക, കുറച്ച് ദിവസം ജയിലിലിടും, പിന്നെ അവനെ ജാമ്യത്തിലിറങ്ങും. പിന്നെ എന്തായാലും ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ ഏകദേശം ഹത്തിക്ക് എത്താനായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡാക്കിയിട്ട്
സൈഡാക്കിയിട്ട് കസ്റ്റമറെ വിളിച്ചിട്ട് വീണ്ടും ഞാൻ വരും. വണ്ടി ഒന്ന് സൈഡാക്കട്ടെ. ഇൻഷാല്ലാ ഏകദേശം ഞാൻ അട്ടയിലെത്തി. ഇനി ബാക്കി ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, മറക്കരുത്. വിചാരിച്ച് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഹത്തിയിൽ വന്നിട്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അല്ല സോറി, ഫുഡ് കൊടുത്ത് ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. 1 മണിയായി, 1:15. അപ്പം ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് കഴിഞ്ഞ് ആ പാത്രങ്ങൾ കിട്ടി, പാത്രങ്ങൾ മേടിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ. ഇവിടെ ഹത്തിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലം ഒരു ഹോട്ടലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അവിടെ തന്നെ ഫുഡ് കഴിക്കല്, നമ്മളെ നാട്ടുകാരന്നെ. പക്ഷെ നല്ല ഫുഡാട്ടോ, അടിപൊളി ബിരിയാണി. ഞാൻ ഹത്തിയിൽ വരുമ്പോൾ അവിടെ പോയിട്ട് കഴിക്കലുണ്ട്. നല്ല ബിരിയാണി. എൻ്റെ വോയിസ് ഒന്നും ക്ലിയർ അല്ല, കാരണം മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഞാൻ ഈ മൊബൈൽ വെച്ചിട്ട് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കുറച്ച് ഞാൻ മൈക്കൊക്കെ മേടിക്കണം. ഇൻഷാല്ലാ. അയ്യോടാ, മൂത്രയ്ക്കണം കരുതിയത്. നിങ്ങളോട് വർത്താനം പറഞ്ഞാൽ പമ്പ് കഴിഞ്ഞ് പോയി. ഇപ്പം എന്ത് ചെയ്യാം? ഇപ്പം ഞാനിവിടെ എന്തായാലും ഈ ഹോട്ടലിലെത്തി. ഞാൻ ഫുഡ് കഴിക്കട്ടെ. നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഈ ഹോട്ടലിൽ അങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ സൈഡാക്കുമ്പോൾ ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങൾ വരുന്നതായിരിക്കും ചിലപ്പോൾ ഇവിടെ. എന്തായാലും ഇൻഷാല്ലാ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. എന്തെങ്കിലും ഒരു കമൻറ്റ്, എന്തെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലൊരു കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.